LM ലേണിംഗ്. മിസ്സിൻ്റെ പേര് അനുശ്രീ എന്നാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും LSSന് വേണ്ടി അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ EVSൽ നിന്ന് LSSന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് ഇതാ മിസ് ഇവിടെ എത്തിയിട്ടുള്ളത്. എന്താണെന്ന് അറിയണ്ടേ? യെസ്, സ്റ്റേറ്റ്സ് ആൻഡ് ക്യാപിറ്റൽസ്. എപ്പോഴും LSSന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എന്തായാലും ഒരു ചോദ്യം ഈ ഒരു ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗം എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള സ്റ്റേറ്റ്സും അതിൻ്റെ ക്യാപിറ്റൽസും ആയിട്ടാണ് മിസ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലുള്ള സ്റ്റേറ്റ്സും ക്യാപിറ്റൽസും എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളും അവരുടെ തലസ്ഥാനങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ്സ് ആണുള്ളത്, അല്ലെങ്കിൽ എത്ര സംസ്ഥാനങ്ങളാണുള്ളത് എന്ന് നിങ്ങൾക്ക് അറിയുമോ? എത്ര സംസ്ഥാനങ്ങളാണുള്ളത്? യെസ്, 28 അഥവാ 28 സ്റ്റേറ്റ്സ്, 28 സംസ്ഥാനങ്ങളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ആ 28 സ്റ്റേറ്റ്സും അതിൻ്റെ ക്യാപിറ്റൽസ് അഥവാ അതിൻ്റെ തലസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ് ഏതാ നോക്കിക്കോളൂ, നമ്മുടെ ആന്ധ്രാപ്രദേശ് ആണ്. ആന്ധ്രാപ്രദേശിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? അമരാവതിയാണ്. ഏതാണ്? അമരാവതിയാണ്. അപ്പോൾ നമ്മുടെ ആന്ധ്രാപ്രദേശിൻ്റെ കലാരൂപം കുച്ചിപ്പുടി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുച്ചിപ്പുടിയുടെ ചിത്രമൊക്കെ മിസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ ആണ് നമ്മുടെ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ്. ഈസ്റ്റേൺ എൻഡ് ഓഫ് ഇന്ത്യ ആണ് ഇത് നമ്മുടെ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. അരുണാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റൽ ഇറ്റാനഗർ ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ നമ്മുടെ ആസാം ആണ്. ആസാമിൻ്റെ ക്യാപിറ്റൽ ഡിസ്പൂർ. ദെൻ ബീഹാറിന്റെ ക്യാപിറ്റൽ ഏതാണെന്ന് നോക്കിക്കേ, പാറ്റ്നയാണ്. എത്ര മനോഹരമായിട്ടുള്ള സ്ഥലമാണല്ലേ നമ്മുടെ ബീഹാർ. ക്യാപിറ്റൽ പാറ്റ്നയാണ്. നെക്സ്റ്റ് വൺ ഛത്തീസ്ഗഡ് ആണ്. ഛത്തീസ്ഗഡിന്റെ ക്യാപിറ്റൽ റെയ്പൂർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഗോവയുടെ ക്യാപിറ്റൽ ഏതാണ്? പനാജി. നിങ്ങൾ കുറേ പേര് ടൂറൊക്കെ പോയിട്ടുണ്ടായിരിക്കും. കുറേ ബീച്ചൊക്കെ ഉള്ള സ്ഥലമാണ് നമ്മുടെ ഗോവ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ പനാജി ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് നമ്മുടെ ഗുജറാത്ത് എന്ന് പറയുന്നത്. ഗുജറാത്തിൻ്റെ ക്യാപിറ്റലാണ് ഗാന്ധിനഗർ. അത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഗുജറാത്ത്, ഗാന്ധിനഗർ രണ്ടിലും ഗാ വരുന്നില്ലേ? അത് മാത്രമല്ല നമ്മുടെ മഹാത്മാഗാന്ധി ജനിച്ച സ്ഥലം കൂടെയാണ് നമ്മുടെ ഗുജറാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഗുജറാത്ത്, ഗാന്ധിനഗർ, മഹാത്മാഗാന്ധി എന്ന് ഓർത്ത് വെക്കുക. പിന്നെ നമ്മുടെ ഇവിടെയുള്ള കലാരൂപം ഏതായിരുന്നു? ഗാർബ ഡാൻസ് ആയിരുന്നു അല്ലെ? ഗാർബ നൃത്തമായിരുന്നു. അപ്പൊ ഗാഡ കൂടെ ഗുജറാത്ത്, ഗാന്ധിനഗർ, മഹാത്മാഗാന്ധി, ഗാർബ ഡാൻസും കൂടെ ഓർത്ത് വെക്കുക. ഭാഷ ഗുജറാത്തി ആണ്. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ കൃത്യമായിട്ട് അതൊക്കെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ ആണ് നമ്മുടെ ഹരിയാന. ഹരിയാനയുടെ ക്യാപിറ്റൽ ഏതാണ്? ചണ്ഡീഗഡ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ആണ് ഷിംല. ഏതാണ്? ഷിംല. നെക്സ്റ്റ് വൺ നമ്മുടെ ജാർഖണ്ഡ് ആണ്. ജാർഖണ്ഡിന്റെ ക്യാപിറ്റൽ ഏതാണ്? റാഞ്ചി. ഓക്കെ, നെക്സ്റ്റ് വൺ കർണാടക. നമ്മുടെ കേരളത്തിന്റെ നമ്മുടെ ഒരു അയൽ സംസ്ഥാനമാണ് അല്ലേ? നമ്മുടെ ഒരു നെയ്ബറിംഗ് സ്റ്റേറ്റ് ആണ്. ഏതാ? നമ്മുടെ കർണാടക എന്ന് പറയുന്നത്. കർണാടകയുടെ ക്യാപിറ്റൽ ഏതാണ്? ബാംഗ്ലൂർ ആണ്. ബാംഗ്ലൂർ. നെക്സ്റ്റ് വൺ ഈസ് കേരള. നമ്മുടെ സ്വന്തം കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊക്കെ അറിയപ്പെടുന്ന, കേരളത്തിന്റെ നാട് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം കേരളം. കേരളം നല്ല അടിപൊളി സ്റ്റേറ്റ് ആണല്ലേ? യെസ്, കേരളത്തെ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. യെസ്, കേരളം നല്ല മനോഹരമായിട്ടുള്ള സ്റ്റേറ്റ് ആണ്. കേരളത്തിന്റെ ക്യാപിറ്റൽ ഏതാണ്? യെസ്, ഇറ്റ് ഈസ് തിരുവനന്തപുരം. ഏതാണ്? തിരുവനന്തപുരം. നെക്സ്റ്റ് വൺ ആണ് മധ്യപ്രദേശ്. മധ്യപ്രദേശിന്റെ ക്യാപിറ്റൽ ഏതാണ്? ഭോപ്പാൽ. ഏതാ? ഭോപ്പാൽ. നെക്സ്റ്റ് വൺ നമ്മുടെ മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ മുംബൈ ആണ്. നെക്സ്റ്റ് വൺ മണിപ്പൂരാണ്. മണിപ്പൂരിന്റെ ക്യാപിറ്റൽ ഇംഫാൽ. നെക്സ്റ്റ് മേഘാലയ. എത്ര നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ മേഘാലയ. നോക്കിക്കേ, നല്ല നല്ല ടൂറിസ്റ്റ് സ്ഥലങ്ങൾ, കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. ആ മേഘാലയയുടെ ക്യാപിറ്റൽ ഏതാണ്? ഷില്ലോങ് ആണ്. ഷില്ലോങ്. നെക്സ്റ്റ് വൺ നമ്മുടെ മിസോറാം ആണ്. ക്യാപിറ്റൽ ഐസ്വാൾ ആണ്. ഓക്കെ, ദെൻ നമ്മുടെ നാഗാലാൻഡ് ക്യാപിറ്റൽ ഏതാ? കോഹിമ. നെക്സ്റ്റ് വൺ ഒഡീഷയുടെ ക്യാപിറ്റൽ ഏതാണെന്നറിയോ? യെസ്, ഒഡീഷയുടെ ക്യാപിറ്റൽ ആണ് നമ്മുടെ ഭുവനേശ്വർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നമ്മുടെ പഞ്ചാബ് ആണ്. പഞ്ചാബിന്റെ ക്യാപിറ്റൽ ചണ്ഡീഗഡ് ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി ഹരിയാനയുടെയും ചണ്ഡീഗഡ് പഠിച്ചു, പഞ്ചാബിന്റെയും ചണ്ഡീഗഡ് ആണ്. അപ്പൊ രണ്ടും ഒന്നാണെന്നുള്ള കാര്യം ആലോചിക്കുക. നെക്സ്റ്റ് വൺ രാജസ്ഥാൻ ആണ്. നമ്മുടെ മരുഭൂമിയൊക്കെ ഉള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ രാജസ്ഥാൻ എന്ന് പറയുന്നത്. രാജസ്ഥാന്റെ ക്യാപിറ്റൽ ഏതാണ്? ജയ്പൂർ ആണ്. ക്ലിയർ. നെക്സ്റ്റ് നമ്മുടെ സിക്കിം ആണ്. സിക്കിമിന്റെ ക്യാപിറ്റൽ ആണ് ഗാങ്ടോക്ക് എന്ന് പറയുന്നത്. ആൻഡ് തമിഴ്നാടു, നമ്മുടെ അടുത്ത ഒരു അയൽ സംസ്ഥാനം അല്ലേ? നമ്മുടെ കേരളത്തിന്റെ തൊട്ടപ്പുറത്തുള്ള നമ്മുടെ ഒരു നെയ്ബറിംഗ് സ്റ്റേറ്റ്, നമ്മുടെ ഒരു അയൽ സംസ്ഥാനമാണ്. കർണാടക പോലെ തന്നെ നമ്മുടെ തമിഴ്നാടു എന്ന് പറയുന്നത്. ആ തമിഴ്നാടിന്റെ ക്യാപിറ്റൽ ഏതാണ്? യെസ്, ചെന്നൈ ആണ് നമ്മുടെ തമിഴ്നാടിന്റെ ക്യാപിറ്റൽ. ഓക്കെ,
നെക്സ്റ്റ് വൺ നമ്മുടെ തെലങ്കാനയാണ് കേട്ടോ. നമ്മുടെ ഏറ്റവും അവസാനം രൂപം കൊണ്ട ലാസ്റ്റ് ഫോമിംഗ് സ്റ്റേറ്റ് ആണ് ഏത്? നമ്മുടെ തെലങ്കാന എന്ന് പറയുന്നത്. നമ്മുടെ ആന്ധ്രാപ്രദേശ് വിഭജിച്ചാണ് നമ്മുടെ തെലങ്കാന ഉണ്ടായിട്ടുള്ളത്. അവസാനം ഉണ്ടായിട്ടുള്ള സ്റ്റേറ്റ് ആണ് തെലങ്കാന. ആ തെലങ്കാനയുടെ ക്യാപിറ്റൽ ഏതാ നോക്കിക്കോളൂ, ഹൈദരാബാദ് ആണ് കേട്ടോ, ഹൈദരാബാദ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ത്രിപുര. ത്രിപുരയുടെ ക്യാപിറ്റൽ അഗർത്തല. ദെൻ ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ. എന്താണ്? ഡെറാഡൂൺ. ആൻഡ് ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റൽ ഏതാണ്? ലക്നൗ ആണ്, ലക്നൗ. ആൻഡ് നെക്സ്റ്റ് വൺ ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിന്റെ ക്യാപിറ്റൽ കൊൽക്കത്ത. ഏതാണ്? കൊൽക്കത്ത. അപ്പൊ ഇതാണ് നമ്മുടെ 28 സ്റ്റേറ്റ്സും അതിന്റെ ക്യാപിറ്റൽസും. എക്സാമിന് എന്തായാലും ഈ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം ഉണ്ടായിരിക്കും. അപ്പൊ LSSന് വേണ്ടി എല്ലാവരും 28 സ്റ്റേറ്റ്സും ക്യാപിറ്റൽസും അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.